ഇത് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. ഈ നുറുക്ക് ഗോതമ്പ് കുറച്ചധികം നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ട് നമുക്കിതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ പായസം ഉണ്ടാക്കുക. നമ്മൾ ഇന്ന് ചായൻ്റെ കടിയായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി. നല്ല സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് പണ്ട് കിട്ടിയിരുന്ന ഉപ്പുമാവ് ഓർമ്മ ഉണ്ടോ? അതാണ് ഇപ്പോൾ അത്. നല്ല ടേസ്റ്റാണ്. കടുവും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ഇട്ട് വറവിടാം. അപ്പം നമുക്ക് നല്ല ടേസ്റ്റിയായ ഉപ്പുമാവ് കിട്ടും. പിന്നെ ബാക്കി വരുന്നത് നമ്മൾ കളയാതെ നമുക്ക് അതുകൊണ്ട് നമുക്കൊരു പായസം ഉണ്ടാക്കാം. കുലാവി എന്ന് പറയും, അതുണ്ടാക്കാം. അങ്ങനെ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർക്ക് അത് അലീസിയാക്കിയിട്ട് ഉണ്ടാക്കട്ടോ. നെയ്യിൽ ചെറിയ ഉള്ളി വറവിട്ട് അതിലേക്ക് തേങ്ങാപ്പാലോ പാലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ശർക്കര പഞ്ചസാര ചേർത്ത് ഗരം മസാലപ്പൊടിയും ചേർത്ത് ഗോതമ്പിട്ടത് ഒന്ന് കുറുക്കിയെടുക്കുക. അതാണ് അലീസ. പുലാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് തേങ്ങ ചിരവിയതും അതുപോലെ ശർക്കര ഇടുക, പിന്നെ നല്ല നെയ്യിൽ കുറച്ച് ചെറിയ ഉള്ളി വറവിടുക, പിന്നെ ഗരം മസാല ഇടുക, അതുപോലെ കുറച്ച് ഗോതമ്പ് പൊടി കലക്കി ഒഴിക്കുക.